Good morning, my dear students. Welcome to SS class. Today, I am going to explain non-farming activities in Palampur. What are non-farming activities? Dairy, small-scale manufacturing, shopkeeping, transport. These are non-farming activities. Once again, dairy, small-scale manufacturing, shopkeeping, and transport. We have already learned that farming is the main activity in Palampur. 75% of the people engaged in farming activity. Remaining 25% of the people in Palampur engaged in activities other than agriculture. 25% of people in Palampur engaged in non-farming activities. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് 75% ആളുകളും കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ റിമൈനിങ് 25% ബാക്കി 25% നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡയറി. What do you mean by dairy? A building or room for the processing, storage and distribution of milk and milk products. Dairy means a building or a room for the processing, storage and distribution of milk and milk products. പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങൾ, സ്റ്റോറേജ് ചെയ്യുക, അതുപോലെ തന്നെ അത് കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഡയറി എന്ന് പറയുന്നത്. ഡയറി ഈസ് എ കോമൺ ആക്ടിവിറ്റി ഇൻ മെനി ഫാമിലീസ് ഓഫ് പാലമ്പൂർ. പാലമ്പൂരിൽ ചില ഫാമിലീസൊക്കെ ഡയറി ഒരു കോമൺ ആക്ടിവിറ്റി ആയിട്ട് എടുത്തിരിക്കുകയാണ്. പീപ്പിൾ feed their buffaloes on various kinds of grass and jowar and bajra that grows during rainy season. People feed their buffaloes. അവര് പാലംപൂരില് people rear ബഫലോസ്. ബഫലോസിനെയാണ് അവർ വളർത്തുന്നത്. ആൻഡ് ഫീഡ് ദെയർ ബഫലോസ് ഓൺ വേരിയസ് കൈൻഡ്സ് ഓഫ് ഗ്രാസ്. പലതരത്തിലുള്ള പുല്ലുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ജോവർ ആൻഡ് ബജ്ര. ദേ ആർ ഖാരിഫ് ക്രോപ്സ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ്. ജോവർ ആൻഡ് ബജ്ര ഖാരിഫ് ക്രോപ്സ് ആണ്. ദേ ഗ്രോ ഡ്യൂറിങ് റെയിനി സീസൺ. റെയിനി സീസണിലാണിത് വളരുന്നത്. ദ മിൽക്ക് സോൾഡ് ഇൻ റൈഗഞ്ച്, ദ നിയർ ബൈ വില്ലേജ്. അതായത് പാലമ്പൂരിലെ നിയർ ബൈ വില്ലേജ് ആയിട്ടുള്ള റൈഗഞ്ചിലാണ് പാലൊക്കെ വിൽക്കുന്നത്. ടു ട്രേഡേഴ്സ് ഫ്രം ഷാപ്പൂർ town have set up collection cum chilling centers. Two traders from Shahpur town. രണ്ട് ട്രേഡേഴ്സ് ഷാപ്പൂർ ടൗണിൽ നിന്ന് have set up collecting cum chilling centers. അതായത് പാല് ശേഖരിക്കുക, അതുപോലെ തന്നെ അത് ശീതീകരിച്ച് സൂക്ഷിച്ചു വയ്ക്കുക, തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സെന്ററുകൾ അവർ ആരംഭിച്ചിരുന്നു. Two traders from Shahpur town have set up
കളക്ഷൻ കം ചില്ലിംഗ് സെന്റേഴ്സ്. ചില്ലിംഗ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് ശീതീകരിച്ച്, അതായത് തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള സെന്ററുകൾ ആരംഭിക്കുകയും അവിടെ തന്നെ പാല് കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ചെയ്തിരുന്നത് ട്രേഡേഴ്സ് ഫ്രം ഷാഹ്പൂർ ടൗൺ. ട്രേഡേഴ്സ്, വ്യാപാരികളായിരുന്നു ഇത് ചെയ്തിരുന്നത്. Where the milk is distributed to far away places in towns and cities. അതുപോലെ തന്നെ അവിടെ മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. മറ്റ് ദൂരെയുള്ള ടൗൺസിലും സിറ്റീസിലുമായിട്ടാണ് അവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഡയറി മീൻസ് എ ബിൽഡിംഗ് ഓർ എ റൂം ഫോർ ദ പ്രോസസ്സിംഗ്, storage and distribution of milk and milk product. Dairy is the common activity in many families of the Palampur village. People rear cattle like buffalo and feed their buffalo on different kinds of grass and jowar and bajra. The milk is sold in the nearby village. Two traders from Shahpur town have set up collecting cum chilling centers at Raiganj, from where the milk is distributed to far away towns and cities. Next is small scale manufacturing in Palampur. At present, less than 50 people are engaged in manufacturing industries. Less than 50 people. വെറും 50% താഴെയുള്ള ആളുകളാണ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിംഗ്, ചെറിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ലെസ് ദാൻ 50 പീപ്പിൾ, 50% താഴെയുള്ള ആളുകളാണ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിംഗ് ആരംഭിച്ചിരുന്നത്. Unlike the manufacturing that take place in the big factories in the towns and cities. ടൗൺസിലോ സിറ്റീസിനെ പോലെയുള്ള വലിയ ഫാക്ടറിയിലുള്ള മാനുഫാക്ചറിംഗ് ആയിരുന്നില്ല അവർ നടത്തിയിരുന്നത്. മാനുഫാക്ചറിംഗ് ഇൻ പാലംപൂർ ഇൻവോൾവ്സ് വെരി സിമ്പിൾ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ആർ ഡൺ ഓൺ എ സ്മോൾ സ്കെയിൽ. അത് ചെയ്തിരുന്നത് ചെറിയ സ്കെയിലായിരുന്നു, ലാർജ് സ്കെയിലായിരുന്നില്ല, സ്മോൾ സ്കെയിലായിരുന്നു അവർ നടത്തിയിരുന്നത്. ദേ ആർ ക്യാരിഡ് ഔട്ട് മോസ്റ്റ്ലി അറ്റ് ഹോം ഓർ ഇൻ ദ ഫീൽഡ്സ്. ചിലർ വീട്ടിൽ നടത്തിയിരുന്നു, അല്ലെങ്കിൽ വയലുകളിലാണ് കൃഷി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലി ലേബർ. എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഫാമിലി തന്നെ, അവിടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു ലേബറായിട്ടുണ്ടായിരുന്നത്, തൊഴിലാളികളായിട്ട് ഉണ്ടായിരുന്നത്. റെയർലി ആർ ലേബറേഴ്സ് ഹയർഡ്, അല്ലെങ്കിൽ തൊഴിലാളികളെ കൂലി കൊടുത്താണ് അവർ എടുത്തിരുന്നത്. Then manufacturing in Palampur at present less than 50 people are engaged in small scale manufacturing. Unlike manufacturing that take place in big factories in the towns and cities, manufacturing in Palampur involves simple methods of production. ചെറിയ രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ആർ ഡൺ ഓൺ എ സ്മോൾ സ്കെയിൽ. ചെറിയ തോതിലാണ് അവർ നടത്തിയിരുന്നത്.
They are carried out at a home or in the fields. ഹോമിൽ അല്ലെങ്കിൽ ഫീൽഡ്സിലൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലി ലേബർ. ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെയാണ് അവിടെ ലേബറായിട്ട് മാറിയിരുന്നത്. നെക്സ്റ്റ് ഈസ് ഷോപ്കീപ്പേഴ്സ് ഓഫ് പാലംപൂർ. ഷോപ്കീപ്പിംഗ്. പീപ്പിൾ ഇൻവോൾവ് ഇൻ ട്രേഡ്. ജനങ്ങൾ ട്രേഡ്, വ്യാപാരം. ട്രേഡ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. പീപ്പിൾ ഇൻവോൾവ് ഇൻ ട്രേഡ്. ട്രേഡിലും അവരുണ്ടായിരുന്നു. ആർ നോട്ട് മെനി ഇൻ പാലംപൂർ. എന്നാൽ വലിയ തോതിൽ ട്രേഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ദ ട്രേഡേഴ്സ് ഓഫ് പാലംപൂർ ആർ ഷോപ്കീപ്പേഴ്സ്. പാലംപൂരിലെ ട്രേഡേഴ്സ് ഷോപ്പ് കീപ്പർ ആയിരുന്നു, കച്ചവടക്കാരായിരുന്നു. ഹൂ ബൈ വേരിയസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിൽ മാർക്കറ്റ് ഇൻ ദ ടൗൺസ്. അവർ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടകളിൽ നിന്ന് സാധനങ്ങൾ സിറ്റീസിൽ നിന്ന് വാങ്ങിക്കുന്നു. ആൻഡ് സെൽ ഡം ഇൻ ദ വില്ലേജ്. എന്നിട്ട് അത് വില്ലേജിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നു. There is small general stores in the village. വില്ലേജിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റോർസ്, കടകൾ ഉണ്ടായിരുന്നു. They selling a wide range of items. ഒരു പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുമായിരുന്നു. ലൈക്ക് സോപ്പ്, ടൂത്ത്പേസ്റ്റ്, ബാറ്ററീസ്, കാൻഡിൽസ്, നോട്ട്ബുക്സ്, പെൻ, പെൻസിൽ, ഈവൻ സം ക്ലോത്ത്സ്. ഈ സാധനങ്ങൾക്ക് പുറമെ ക്ലോത്ത്സ്, തുണിത്തരങ്ങളും വിൽക്കുമായിരുന്നു. A few of the families whose houses are close to the bus stand. എന്നാൽ ചില ഫാമിലീസിന്റെ വീട് ബസ് സ്റ്റാൻഡിനടുത്തായിരുന്നു. They have used a part of space to open small shops. എന്നാൽ അവരുടെ വീടിന്റെ ഒരു ചെറിയ സ്പേസ് ചെറിയ ഷോപ്സിനായിട്ട് മാറ്റിവെക്കാറുണ്ടായിരുന്നു. They sell eatables. അതായത് തിന്നാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവരെ വിൽക്കുമായിരുന്നു. The shopkeepers of Palamur. People are involved in trade. Trade means the exchange of goods. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക. The traders of Palamur are shopkeepers. They buy things from the wholesale market in the towns and sell them in the village. They sell some items like rice, wheat, sugar, tea, oil, biscuits, soap, toothpaste, batteries, candles, notebooks, pen, pencil, even some clothes. A few of families whose houses are close to the bus stand. They have used a part, the space, to open small shows. They sell eatables. Next is transport. Transport is a fast developing sector. Transport എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സെക്ടർ ആയിരുന്നു പാലമ്പൂരിൽ. There are variety of vehicles on the road connecting to the villages. അതായത് റോഡുമായിട്ട് ധാരാളം വെഹിക്കിൾസ് ആണ് വില്ലേജുമായിട്ട് കണക്ട് ചെയ്തിരുന്നത്. There are variety of vehicles on the road connecting Palamur to Raniganj. റിക്ഷാവാല, റിക്ഷാവാല എന്ന് പറഞ്ഞാൽ റിക്ഷാവണ്ടി. ടോങ്കാവാല, കുതിരവണ്ടി. ജീപ്പ്, ട്രാക്ടർ, ട്രക്ക്. These are the vehicles used to by the people in Palamur. Truck drivers and people driving the traditional bullock cart and bogie are people. അതായത് ട്രക്ക് ഡ്രൈവേഴ്സ്, ട്രക്ക് അത് ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, ആൻഡ് ദ പീപ്പിൾ ഡ്രൈവിംഗ് ദ ട്രഡീഷണൽ ബുള്ളോക്ക് കാർട്ട്, പരമ്പരാഗതമായിട്ടുള്ള ബുള്ളോക്ക് കാർട്ടൊക്കെ ഓടിച്ചിരുന്നത് ജനങ്ങളായിരുന്നു. ആൻഡ് ബോഗി ആർ പീപ്പിൾ ഇൻ ദ ട്രാൻസ്പോർട്ട് സർവീസസ്, അങ്ങനെയും ട്രാൻസ്പോർട്ട് സർവീസസ് അവർ നടത്തിയിരുന്നു. They ferry people and goods from one place to another. They ferry. Ferry means transport. കടത്തുക. They ferry people
and goods from one place to another and in return get paid for it. സാധനങ്ങളും ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പെയ്ഡ് മണി പേ ചെയ്യുമായിരുന്നു. The number of people involved in transport has grown over the last several years. The number of people involved in transport services. ധാരാളം ആളുകളാണ് ട്രാൻസ്പോർട്ട് സർവീസസിൽ ഉണ്ടായിരുന്നത്. It has grown over the last several years. അതുകൊണ്ട് ലാസ്റ്റ് several years ഇത് വളരെയധികം വർധനവ് അല്ലെങ്കിൽ ആ രംഗത്ത് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. There are variety of vehicles on the road connecting Palambur to Raigad. Rickshawala, Tongawala, jeep, tractor, truck drivers and people driving the traditional bullock cart and bogie are people in the transport services. ഇവയെല്ലാം സാധനങ്ങൾ മാത്രമല്ല ആളുകളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുമായിരുന്നു. They ferry people and goods from one place to another and in return get paid for it. അതിന് പകരമായിട്ട് അവർക്ക് മണി ലഭിക്കുമായിരുന്നു. The number of people involved in transport has grown over the last several years. ധാരാളം ആളുകൾ, there are several people involved in transport. ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സർവീസസിൽ ഇൻവോൾവ് ആയിരുന്നു. So it has grown over the last several years. ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ ആയപ്പോഴേക്കും ട്രാൻസ്പോർട്ട് സർവീസസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. In this topic, we discuss the non-farming activities in Palambur. The non-farming activities in Palambur are dairy, small-scale manufacturing, shopkeeping and transport. In your textbook, 3 stories and some questions mentioned. You have to read the text and find out the answers of that questions. Today's class is over. Read the text well. Thank you children. Thank you so much.